Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് അപ്രീഷിയേറ്റിംഗ് പോയട്രിയിലെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. റോബർട്ട് ബ്രൗണിങ് എഴുതിയിട്ടുള്ളൊരു ഡ്രാമാറ്റിക് മോണലോഗാണ്. ഒരാൾ മാത്രം സംസാരിക്കുകയും കേൾക്കുന്ന ആൾ സൈലന്റ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരു ഡയലോഗിനെയാണ് നമ്മൾ ഡ്രാമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ പോയത്തിലെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിന്റെ സമ്മറി നോക്കാം. പാർട്ട് 1. ദ ഡ്യൂക്ക് ഇൻട്രൊഡ്യൂസസ് ദ പോർട്രേറ്റ് ഓഫ് ഹിസ് ലാസ്റ്റ് ഡച്ചസ് ടു ദ എമിസാറി. പോയത്തിൽ നമ്മൾ കണ്ടൊരു ഡ്യൂക്കാണ്, ഒരു പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡച്ചസ്, അദ്ദേഹത്തിന്റെ അവസാനത്തെ വൈഫിന്റെ ഒരു പോർട്രേറ്റ്, ഒരു പെയിന്റിങ് ഒരു എമിസാറിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എമിസാറി എന്ന് പറയുന്നത് വേറൊരു ഡ്യൂക്കിന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആളാണ്. അയാൾക്ക് ഇയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ ഒരു പെയിന്റിങ് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ പോയത്തിന്റെ തുടക്കത്തിൽ കാണുന്നത്. ഹി പ്രൈസസ് ദ ലൈഫ് ലൈക്ക് ക്വാളിറ്റി ഓഫ് ദ പെയിന്റിങ് ഡൺ ബൈ ഫ്രാ പാൻഡോൾഫ്. ഇനി ആ പെയിന്റിങ് ജീവൻ തുടിക്കുന്ന തരത്തിലുള്ള ഒരു പെയിന്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടും അത് വരച്ചിട്ടുള്ള ഫ്രാ പാൻഡോൾഫ് എന്നുള്ളൊരു പെയിന്ററിനെ കുറിച്ചിട്ടൊക്കെ പ്രശംസിച്ചുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. Then he notes that strangers often ask about the expressive look on her face. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അപ്പോൾ ഇവിടെ ഈ എമിസാറിയും ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ഭാവം അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കാം. ഈ പെയിന്റിംഗ് കാണുന്ന ആളുകളൊക്കെ ഇയാളുടെ വൈഫിന്റെ ആ മുഖത്തുള്ള ഒരു പ്രത്യേക ഭാവം അതിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ടെന്ന് ഇയാൾ പറയുന്നു. ആൻഡ് ഹിൻസ് ദാറ്റ് ഓൺലി ഹി റിവീൽസ് ദ പോർട്രേറ്റ് ബൈ ഡ്രോവിംഗ് ബാക്ക് ദ കർട്ടൻ. അതുകൊണ്ട് ഇയാൾ ആ പെയിന്റിങ് ഒരു കർട്ടന് പുറകിലാണ് വെച്ചിരിക്കുന്നത്. അയാൾക്ക് തോന്നുന്ന ആളുകൾക്ക്, താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇയാൾ ആ കർട്ടൻ മാറ്റിക്കൊണ്ട് ആ പെയിന്റിങ് കാണിച്ചു കൊടുക്കുന്നത്. കാരണം അത് കാണുന്ന ആളുകളൊക്കെ എന്താണ് ഈ വൈഫ് ഇങ്ങനെ ചിരിക്കുന്നത്, ഒരു പ്രത്യേക ഭാവമാണല്ലോ എന്നുള്ള രീതിയിൽ ഇയാൾ ചോദിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പാർട്ട് 2. The Duke describes how the Duchess was easily pleased and impressed by simple compliments or small gestures. ഇനി ഈ ഡച്ചസിന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടാണ് ഇയാൾ അടുത്തതായിട്ട് പറയുന്നത്. വളരെ ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷിക്കുന്ന, ഈസിലി പ്ലീസ്ഡ്, സിമ്പിൾ കോംപ്ലിമെന്റ്സ് ഓർ സ്മോൾ ജെസ്റ്റേഴ്സ്. അതായത് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു നല്ല വാക്കോ പ്രശംസയോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് സന്തോഷിക്കുന്ന, ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഡച്ചസിന് ഉണ്ടായിരുന്നുള്ള കാര്യം ഇയാൾ പറയുന്നു. He mentions that her joyful blush in the painting could be caused by any courtesy, perhaps by some comments by the painter. അപ്പോൾ അതിൽ ഉദാഹരണമായിട്ട് അയാൾ പറയുന്നത്, ഇപ്പോൾ ഈ പെയിന്റിങ്ങിൽ ഇവളുടെ ഈ ചിരിയെ കുറിച്ചിട്ട് ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ, ആ ചിരി തന്നെ ഒരുപക്ഷെ ആ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് പെയിന്റർ എന്തെങ്കിലും കമന്റ് പറഞ്ഞ സമയത്ത് അവൾ ചിരിച്ചതായിരിക്കാം എന്നുള്ള കാര്യത്തിലാണ് അയാൾ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ അയാളുടെ ഒരു അസൂയ നിറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവം നമുക്ക് അവിടെ വെളിപ്പെട്ട് തുടങ്ങുകയാണ്. He is displeased in her lack of discrimination in her appreciation. ഇയാൾക്കാണെങ്കിൽ ആ ഒരു സ്വഭാവം ഇഷ്ടമില്ല എന്നുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ചിരിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവം ഇയാൾക്ക് താല്പര്യമില്ല എന്ന് ഇയാൾ പറയുന്നു. പാർട്ട് 3. The Duke expresses his frustration with the Duchess's behavior, suggesting she did not value his prestigious family name as she should have. ഇനി ഇവളുടെ ഈ ഒരു പെരുമാറ്റത്തെ കുറിച്ച് തന്നെയാണ് ഈ ഡ്യൂക്ക് തുടർന്ന് സംസാരിക്കുന്നത്. അവളുടെ ഈ സ്വഭാവം നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇയാളുടെ ഫാമിലിനെ 900 വർഷം പഴക്കമുള്ള ഒരു കുടുംബ പാരമ്പര്യമൊക്കെയാണ് ഇയാൾക്ക് പറയാനുള്ളത്. അതിനൊന്നും അവൾ വലിയ വില കൊടുത്തിരുന്നില്ല. അവള് എല്ലാ ചെറിയ കാര്യങ്ങളെയും പോലെ തന്നെയാണ് അതിനെയും കണ്ടിരുന്നുള്ള കാര്യം ഇയാൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടാതിരുന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട്. He implies that she treated his noble gift the same as any other, which he found unacceptable. അപ്പോൾ ഇയാള് ഒരു പ്രഭു എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണെങ്കിലും, ഏതെങ്കിലും ഒരു ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ചെറിയ എന്തെങ്കിലും ഫ്ലവർ കൊടുക്കുകയാണെങ്കിൽ അതും ഇവള് ഒരേ തരത്തിലാണ് കണ്ടിരുന്നത്. അങ്ങനെ എല്ലാത്തിനും ഒരേ മൂല്യമാണ് ഇവള് കൊടുത്തിരുന്നുള്ള കാര്യം ഇയാൾ പറയുന്നു. അത് അയാൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അയാൾ പറയുന്നുണ്ട്. പാർട്ട് 4. The Duke hints at his decision to stop the Duchess's behavior. അപ്പൊ ഈ പെരുമാറ്റം അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു. ആ പെരുമാറ്റം നിർത്തുന്നതിന് വേണ്ടി അയാൾ ചെയ്ത കാര്യത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. He mentions giving commands that resulted in all her smile stopping permanently. അപ്പോൾ ഈ ഒരു ചിരിയാണ് പ്രശ്നം എന്നുള്ള കാര്യം കൊണ്ട് അയാൾ ഒരു കമാൻഡ്, ഒരു ഓർഡർ കൊടുത്തു. ആ ചിരി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. സ്ട്രോങ്ലി ഇംപ്ലൈങ് ദാറ്റ് he had her killed. നമുക്കറിയാം ആ ചിരി എന്നേക്കുമായിട്ട് നിർത്തി എന്നതിലൂടെ അവളെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ മനസ്സിലാവുന്നത്.
ഹി then abruptly shifts the conversation to meeting the company below. പക്ഷെ ആളുടെ വൈഫ് ഇങ്ങനെ മരണപ്പെട്ട കാര്യത്തിലൊന്നും ഒരു ദുഃഖമോ ഒരു വികാരവും പ്രകടിപ്പിക്കാതെ അയാളുടെ സംസാരം തുടരുകയാണ്. താഴത്ത് വേറെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് അവരോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ കോൺവെർസേഷൻ തുടരുകയാണ്. Part 5. The Duke concludes by mentioning the dowry for his next marriage. അതിനുശേഷം ഇയാളുടെ അടുത്ത വിവാഹത്തിനുള്ള സ്ത്രീധന കാര്യത്തെ കുറിച്ചിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വന്നിട്ടുള്ള പ്രതിനിധി വേറൊരു പ്രഭുവിന്റെ മകളെ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എംഫസൈസിങ് ദ കൗൺസ് ജനറോസിറ്റി. അപ്പൊ ആ യുവതിയുടെ പിതാവിന്റെ ഒരു ജനറസ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കുറിച്ച് ഇയാൾ പറയുന്നുണ്ട്. അപ്പൊ നല്ല സ്ത്രീധനം ലഭിക്കും എന്നാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നത്. He then points out a statue of Neptune taming a seahorse crafted by Klaus of Innsbruck. അതിനുശേഷം ആ പെയിന്റിങ്ങിൽ നിന്ന് മാറിക്കൊണ്ട് അവിടെയുള്ള ഒരു സ്റ്റാച്യുവിലേക്ക് ഇയാൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഒരു മിത്തോളജിക്കൽ ക്യാരക്ടർ ഒരു സീ ഹോഴ്സിനെ മെരിക്കുന്ന, ഒരു കുതിരയെ മെരിക്കുന്ന പ്രതിമയാണ്. അപ്പൊ ഇയാളുടെ ക്യാരക്ടറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സിമ്പിളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചുറ്റുമുള്ള ആളുകളൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇയാൾക്കുള്ളത്. അതുപോലുള്ള ഒരു പ്രതിമയാണ് ഇയാൾ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഷോക്കേസിംഗ് ഇസ് ടേസ്റ്റ് ഫോർ റെയർ ആൻഡ് വാല്യുബിൾ ആർട്ട്. ഇതിപ്പോൾ ഇയാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇയാൾക്ക് ആർട്ടും അതുപോലെ തന്നെ വളരെ മൂല്യമുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ അടുത്തുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇംപ്രസ് ചെയ്താലാണ് വിവാഹം നടക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇയാൾ ഇതൊക്കെ ഈ ഒരു പ്രതിനിധിക്ക് കാണിച്ചു കൊടുക്കുന്നത്. ദെൻ ദി അബ്രപ്റ്റ് ട്രാൻസിഷൻ ഫ്രം ഡിസ്കസിംഗ് ഡച്ചസ് ടു അഡ്മയറിംഗ് ആർട്ട് റിവീൽസ് ഇസ് കോൾഡ് ഹാർട്ടഡ്നെസ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ നമ്മൾ ഈ ഒരു ഡ്യൂക്കിന്റെ ക്യാരക്ടറാണ് നമുക്ക് ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നത്. ഇയാളുടെ മരിച്ചുപോയ വൈഫിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഒരു വികാരവും ഇല്ലാതെ ഇയാൾ ആർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ സ്റ്റാച്യുവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഇയാൾ ഒരു കോൾഡ് ഹാർട്ടഡ് ആണ്, ഒരു ക്രൂര ഹൃദയമുള്ള ഒരാളാണ് ഇയാൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐ ഗേവ് കമാൻഡ്സ് ദെൻ ഓൾ സ്മൈൽ സ്റ്റോപ്ഡ് ടുഗദർ. ഞാൻ ഓർഡർ കൊടുത്തു, എല്ലാ ചിരിയും അതോടുകൂടി നിന്നു. ആ ഒരു വരി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലൈൻ ഐ ഗേവ് കമാൻഡ്സ് ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്ഡ് ടുഗദർ സജസ്റ്റ് ദാറ്റ് ദ ഡ്യൂക്ക് ഓർഡർഡ് ദ ഡെത്ത് ഓഫ് ദ ഡച്ചസ് സ്റ്റോപ്പിംഗ് ഹെർ ഫ്രം സ്മൈലിംഗ് എവർ അഗെയിൻ. അതായത് സ്വന്തം വൈഫിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണ് അയാൾ കൊടുത്തത് എന്നുള്ള കാര്യമാണ് നമുക്ക് ആ വരിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം അവളിങ്ങനെ പലരും സംസാരിക്കുമ്പോൾ ഒക്കെ ചിരിക്കുന്നതാണ് അയാളുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ചിരി നിർത്തുക എന്നുള്ള കാര്യമാണ് അയാൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദിസ് റിവീൽസ് ദ ഡ്യൂക്സ് അതോറിറ്റേറിയൻ ആൻഡ് റൂത്ത്ലെസ് നേച്ചർ ആസ് ഷീ കുഡ് നോട്ട് ടോളറേറ്റ് ഹെർ ബിഹേവിയർ ആൻഡ് ടുക്ക് എക്സ്ട്രീം മെഷേഴ്സ് ടു കൺട്രോൾ ഇറ്റ്. ഇവിടെ ഡ്യൂക്കിന്റെ ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇയാൾ എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാവുന്നു. കാരണം ആ ഒരു ചിരി നിർത്താൻ വേണ്ടിയിട്ട് അവളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവളുടെ ആ പെരുമാറ്റത്തെ കുറിച്ചിട്ട് നീ ഇപ്പോൾ ഒരു പ്രഭുവിന്റെ ഭാര്യയാണ് അപ്പൊ ഇങ്ങനെ പെരുമാറണം എന്നുള്ള ഡയലോഗൊന്നും അവിടെ ഇല്ല. ഇയാളുടെ വൈഫിനെ കൊന്നുകളയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇയാളുടെ ക്യാരക്ടറാണ് നമുക്ക് ആ വരിയിൽ നിന്ന് മനസ്സിലാവുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി അല്യൂഷൻ ടു നെപ്റ്റ്യൂൺ ടേമിംഗ് എ സീ ഹോഴ്സ്? ഈ പോയത്തിന്റെ ലാസ്റ്റ് നമ്മൾ ഒരു സ്റ്റാച്യുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. The allusion to Neptune taming a seahorse highlights the Duke's desire for control and power. ഡ്യൂക്കിന്റെ ക്യാരക്ടറിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഈ കൺട്രോൾ ചെയ്യണം ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം എന്നുള്ള ക്യാരക്ടറാണ് ഈ കുതിരയെ മെരിക്കുന്ന ഒരു സ്റ്റാച്യുവിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് കാണുന്നത്. നെപ്റ്റ്യൂൺ, ദ റോമൻ ഗോഡ് ഓഫ് ദ സീ, റെപ്രസെന്റ്സ് ഡൊമീനിയൻ ഓവർ എ പവർഫുൾ അൺടേമബിൾ ഫോഴ്സ്. ഇവിടെ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് റോമൻ മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടറാണ്. ഈ കുതിരയെ മെരിക്കുന്ന ഒരു കാഴ്ചയിൽ നമ്മൾ കാണുന്നത് ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. മിററിംഗ് ദ ഡ്യൂക്സ് നീഡ് ടു ഡോമിനേറ്റ് ആൻഡ് കൺട്രോൾ ഹിസ് വൈഫ്. ഇയാളുടെ വൈഫിനെ ഇയാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ക്യാരക്ടറിന്റെ സിമ്പിൾ ആയിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം. The count your master's munificence is ample warrant that no just pretense of mine for dowry will be disallowed. അതായത് ഇയാളുടെ ജനറസ് ആയിട്ടുള്ള കൗണ്ടിൽ നിന്ന് നല്ലൊരു ഡൗറി സ്ത്രീധനം ലഭിക്കും എന്ന് പറയുന്ന വരിയാണ്. വാട്ട് ഡസ് ദിസ് ടെൽ യു അബൌട്ട് ഡ്യൂക്ക്? ഇത് നമുക്ക് ഡ്യൂക്കിനെ കുറിച്ചിട്ടുള്ള എന്ത് കാര്യമാണ് മനസ്സിലാക്കി തരുന്നത്? ദ ഡ്യൂക്സ് റെഫറൻസ് ടു ദ കൗണ്ട്സ് ജനറോസിറ്റി ഇൻ എൻഷൂറിംഗ് എ സഫിഷ്യന്റ് ഡൗറി ഇൻഡിക്കേറ്റ്സ് ട്രാൻസാക്ഷണൽ വ്യൂ ഓഫ് മാരേജ്. അപ്പോൾ ഈ ഡ്യൂക്കിൽ നിന്ന് നല്ലൊരു സ്ത്രീധനം ലഭിക്കും എന്നുള്ള കാര്യം ഇയാൾ പറയുന്നതിൽ നിന്ന് വിവാഹത്തെ ഇയാൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. ആ യുവതിയെ കുറിച്ചിട്ടോ അവളുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടോ ഒന്നുമല്ല ഇയാൾ പറയുന്നത്. നല്ല സ്ത്രീധനം കിട്ടും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇയാൾ വിവാഹം കഴിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കവിടെ മനസ്സിലാവുന്നത്.
It shows that the Duke values wealth and status and sees marriage as a means to enhance his own power and position. ഇയാളുടെ അധികാരവും പദവിയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് ഇയാൾ മാരേജിനെ കാണുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കമന്റ് ഓൺ ദ സ്റ്റാൻസായിക് സ്ട്രക്ചർ ഓഫ് ദ പോയം. പോയത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ പോയം ഇസ് റിട്ടൺ ഇൻ എ സിംഗിൾ സ്റ്റാൻസ് ഓഫ് റൈംഡ് ഇയാംബിക് പെന്റമീറ്റർ, ഓൾസോ നോൺ ആസ് ഹീറോയിക് കപ്ലറ്റ്സ്. ഇയാംബിക് പെന്റമീറ്ററിലുള്ള ഒരു സിംഗിൾ സ്റ്റാൻസി ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് റൈമിംഗ് വേർഡ്സ് ഉണ്ട്, അതായത് കൃത്യമായിട്ടുള്ള ഒരു താളവും വൃത്തവും ഒക്കെയുള്ള രീതിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ദിസ് സ്ട്രക്ചർ ക്രിയേറ്റ്സ് എ ഫോർമൽ കൺട്രോൾഡ് റിതം ദാറ്റ് മിറേഴ്സ് ദ ഡ്യൂക്സ് അതോറിറ്റേറ്റീവ് ആൻഡ് കമാൻഡിക് പേഴ്സണാലിറ്റി. ദ ഡ്യൂക്കിന്റെ പേഴ്സണാലിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു കൺട്രോൾഡ് റിതവും അതുപോലെ തന്നെ മീറ്ററും എല്ലാം ഈ പോയത്തിന്റെ സ്ട്രക്ചറിനുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഈ ഡ്യൂക്കിന്റെ ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത്. ഹു ഈസ് ദ ലിസണർ ഓഫ് ദ പോയം ആൻഡ് വാട്ട് ഈസ് ദ കണ്ടക്സ്റ്റ് വിച്ച് ഒക്കേഷൻസ് ദ മോണലോഗ്. ഇനി ഈ ഡ്യൂക്ക് ആരോടാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് ഇവിടുത്തെ ലിസണർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ കണ്ടക്സ്റ്റ് പറയുന്നുണ്ട്. The listener of the poem is an emissary or representative of a count. വേറൊരു പ്രഭുവിന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആളാണ് ഈ ഡ്യൂക്ക് സംസാരിക്കുന്നതിനെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഹു ഇസ് ദർ ടു നെഗോഷിയേറ്റ് ദ ഡ്യൂക്സ് നെക്സ്റ്റ് മാരേജ്. ഇയാളുടെ അടുത്ത വിവാഹത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നിട്ടുള്ളത്. The monologue occurs as the Duke shows the emissary a portrait of his last duchess, using the opportunity to assert his dominance and control. ഈ വന്നിട്ടുള്ള എമിസാറിക്ക് അവിടെയുള്ള പെയിന്റിങ്ങുകളും അതുപോലെ തന്നെ സ്റ്റാച്ചുകളും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ ലാസ്റ്റ് ഡച്ചസിന്റെ ഒരു പെയിന്റിങ് അവിടെ വരുന്നുണ്ട്. ആ ഒരു കണ്ടക്സ്റ്റിലാണ് ഈ ഒരു ഡയലോഗ് അവിടെ നടക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ മൈ ലാസ്റ്റ് ഡച്ചസ്. ഈ പോയത്തിന്റെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത് പൊസസീവ്നെസ് ആണ്. The title My Last Duchess reflects the Duke's possessive nature. ഇയാൾ പൊസസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഈ ടൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. The use of my indicates ownership. നമുക്കറിയാം മൈ എന്റെ എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പ് കാണിക്കുന്ന കാര്യമാണ്. Suggesting that he viewed the Duchess as his property. ആളുടെ വൈഫിനെ ആളുടെ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ കാണുന്നതുകൊണ്ടാണ് മൈ എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാവുന്നതാണ്. അത് അയാളുടെ പൊസസീവ്നെസ്സിനെ കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഫൈനാലിറ്റിയാണ്. ദ വേർഡ് ലാസ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ഡച്ചസ് ഈസ് ഡിസീസ്ഡ് ആൻഡ് ഓൾസോ ഹിൻസ് അറ്റ് ദ ഡ്യൂക്സ് ഇന്റൻഷൻ ഓഫ് റീപ്ലേസിംഗ് ഹർ വിത്ത് എ ന്യൂ വൈഫ്. ഈ ഡച്ചസ് മരിച്ചു പോയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ആ ലാസ്റ്റ് എന്നുള്ള വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ഇയാൾ ലാസ്റ്റ് വൈഫ് എന്നാണ് പറയുന്നത്. അതായത് ഇയാളുടെ ഒരേ ഒരു ഭാര്യയാണെങ്കിൽ ലാസ്റ്റ് വൈഫ് എന്ന് പറയില്ല. അപ്പോൾ ഒരു വൈഫ് കൂടി ഇയാൾ നോക്കുന്നുണ്ട്, അടുത്ത മാരേജ് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആ ലാസ്റ്റ് എന്നുള്ള വേർഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റിംഗ് എ സൈക്കിൾ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡിസ്പോസൽ. അതായത് ഇങ്ങനെ ഒരു വൈഫിന് ശേഷം അടുത്ത വൈഫ് എന്നുള്ള ആ ഒരു പാറ്റേൺ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇംപ്ലിക്കേഷൻ ഓഫ് സീരിയൽ ബിഹേവിയർ, ആ പാറ്റേണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ടൈറ്റിൽ മേ ഓൾസോ സജസ്റ്റ് എ പാറ്റേൺ ഹിൻഡിംഗ് ദാറ്റ് ദ ഡ്യൂക്ക് ഹാഡ് മൾട്ടിപ്പിൾ വൈഫ്സ് ആൻഡ് ദ ഡച്ചസ് വാസ് സിംപ്ലി ദ മോസ്റ്റ് റീസെന്റ് ഇൻ എ ലൈൻ ഓഫ് വിമൻ സബ്ജക്ട് ടു ഹിസ് കൺട്രോൾ. നമുക്കറിയാം ഇയാളുടെ ലാസ്റ്റ് ഡച്ചസ്, ലാസ്റ്റ് വൈഫ് എന്നാണ് പറയുന്നത്. ഇയാളുടെ ഒരേ ഒരു വൈഫ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം ആ പെയിന്റിങ്ങിന് ആളുടെ വൈഫ് എന്നൊക്കെയാണ് പേരിടുക. ലാസ്റ്റ് വൈഫ് എന്ന് പേരിടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനു മുമ്പ് വേറെയും ഒരുപക്ഷെ വൈഫുമാർ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള കാര്യത്തിൽ ഇയാളുടെ ഒരു സീരിയൽ ബിഹേവിയർ ആണ്, ഒരു സീരിയൽ കില്ലർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ബിഹേവിയർ ആണെന്നുള്ള കാര്യം നമുക്ക് ആ ടൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, Do you think that the Duke is proud, egoistic and arrogant? Substantiate with examples. ഈ ഡ്യൂക്ക് ഒരു പ്രൗഡ്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നാണ് ചോദിക്കുന്നത്. അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഉത്തരം ഉണ്ടാവുക. കാരണം വളരെ വ്യക്തമായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രൈഡ് ഇൻ ഹെറിറ്റേജ്. The Duke boasts about his 900 years old name, indicating his pride in his noble lineage and the importance he places on his heritage. അയാളുടെ പാരമ്പര്യത്തിൽ ഒരുപാട് പ്രൗഡായിട്ടുള്ള ആളാണ് നമ്മൾ കാണുന്നത്. 900 വർഷം പഴക്കമുള്ള അയാളുടെ കുടുംബ പേരിന്റെയും പാരമ്പര്യത്തെയും കുറിച്ചിട്ടൊക്കെ അയാൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് അയാൾ ഒരു പ്രൗഡ് ക്യാരക്ടർ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ, അയാളുടെ ഈഗോ, അരഗൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ വൈഫിനോടുള്ള ആളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഹിസ് ഡിസ്റ്റൈൻ ഫോർ ദ ഡച്ചസ് ഇസ് ഫ്രണ്ട്ലി ആൻഡ് അപ്രീഷിയേറ്റീവ് നേച്ചർ ടുവേർഡ്സ് അതേഴ്സ്. അതായത് മറ്റുള്ളവരോട് ചിരിക്കുക, മറ്റുള്ളവരോട് സൗമ്യമായിട്ട് പെരുമാറുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഷീ സ്മൈൽഡ് നോ ഡൗട്ട് വെനെവർ ഐ പാസ്ഡ് ഹെർ, ബട്ട് ഹൂ പാസ്ഡ് വിത്തൗട്ട് മച്ച് ദ സെയിം സ്മൈൽ.
ഞാൻ അവളുടെ അടുത്ത് പോകുന്ന സമയത്തൊക്കെ അവൾ നന്നായി ചിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മാത്രമല്ല, ആര് പോയാലും അവൾ ചിരിക്കുന്നുണ്ട് എന്നാണ് അയാളുടെ പരാതിയായിട്ട് പറയുന്നത്. അപ്പോൾ വളരെ ഈഗോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്നുള്ള കാര്യം നമുക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട്. റിഫ്ലക്സസ് ഈഗോ ആൻഡ് ഇനബിലിറ്റി ടു ടോളറേറ്റ് വാട്ട് ഹി പെർസീവ്സ് ആസ് എ ലാക്ക് ഓഫ് എക്സ്ക്ലൂസീവ് അറ്റൻഷൻ. അപ്പൊ അയാളുടെ ഒരു ഈഗോ, അയാളുടെ വൈഫ് അയാളുടെ അടുത്ത് മാത്രം ചിരിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒക്കെയാണ് അയാൾ കാണിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇയാളുടെ ഈ ഒരു പ്രൗഡ്, ഈഗോ, അരഗൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഹൗ ഡസ് ദ ഡ്യൂക്ക് എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ ഡച്ചസ് ക്യാൻ ബി പ്ലേസ്ഡ് വെരി ഈസിലി? ഇനി ഇയാളുടെ വൈഫ് വളരെ എളുപ്പത്തിൽ സന്തോഷിക്കുന്ന ഒരാളാണെന്നുള്ള കാര്യം എങ്ങനെയാണ് ഇയാൾ പറഞ്ഞ് സ്ഥാപിക്കുന്നത്? സിമ്പിൾ ജോയ്സ്. The Duke mentions that the Duchess found joy in simple things such as compliments from the painter Fra Pandolfo or the bow of cherries given by someone. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവൾ സന്തോഷിക്കും എന്നാണ് ഇയാൾ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അയാൾ പറയുന്നുണ്ട്, ഈ പെയിന്റിങ് ചെയ്തിട്ടുള്ള ഫ്രാ പാൻഡോൾഫ് എന്ന് പറയുന്ന പെയിന്റർ, അയാൾ എന്തെങ്കിലും ഒരു പ്രശംസ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാണാൻ നല്ല ഭംഗിയുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ അത് ഒരുപാട് സന്തോഷിക്കും എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. അതുകൂടാതെ ആരെങ്കിലും വല്ല ഒരു കൊട്ടയിൽ ചെറിയോ മറ്റു പഴങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രഭുവിന്റെ ഭാര്യയാണല്ലോ, അപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ വല്ല ഉപഹാരമൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ അവൾ അതിൽ ഒരുപാട് സന്തോഷിക്കും എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയുന്നത്. പിന്നെ ആൾ പറയുന്നത് ഈക്വൽ അപ്രീസിയേഷനെ കുറിച്ചിട്ടാണ്. ഹി ക്രിട്ടിസൈസ് ഹെർ ഫോർ വാല്യൂവിങ് ഓൾ ജഡ്ജസ് ഈക്വലി. എല്ലാ കാര്യങ്ങളും അവൾ ഒരേ മൂല്യത്തോടെയാണ് കാണുന്നതാണ് ഇയാൾ പറയുന്നത്. Whether it was my favor at her breast, the dropping of the daylight in the west, or riding her white mule. My favor at her breast എന്ന് പറയുന്നത് അവളുടെ നെക്ലെസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിലപിടിപ്പുള്ള ഒരു നെക്ലെസ് കൊടുത്തു കഴിഞ്ഞാലും, ഇനി വിലയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും, അതിനൊക്കെ ഒരേ രീതിയിലാണ് അവൾ കാണുന്നത്, ഒരേ സന്തോഷമാണ് അവൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇയാളുടെ പരാതി. This suggests she did not discriminate between the Duke's noble gestures and those of others. അപ്പൊ ഡ്യൂക്ക് കാണിക്കുന്ന ഈ വില കൂടിയ സമ്മാനങ്ങൾക്കും അതുപോലുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള ആളുകൾ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നടത്തുന്ന കാര്യങ്ങൾക്കും ഇവള് ഒരേ തരത്തിലാണ് പ്രതികരിച്ചിരുന്നത്, എല്ലാം ഒരേ വാല്യൂയോടെയാണ് കണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇയാളുടെ വൈഫ് ഇങ്ങനെ വളരെ പെട്ടെന്ന് സന്തോഷിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണെന്നുള്ള കാര്യം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, ഹു വുഡ് സ്റ്റോപ്പ് ടു ബ്ലെയിം ദിസ് സോർട്ട് ഓഫ് ട്രിഫ്ലിംഗ്? വാട്ട് ഡസ് ദിസ് ടെൽ യു അബൌട്ട് ദ ഡ്യൂക്ക്? അപ്പോൾ ഇയാളുടെ വൈഫിന്റെ ഈ പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടൊരു കാര്യമായിട്ട് ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി അത്രയും നിലവാരത്തിലേക്ക് കാര്യം താഴും എന്നുള്ള ചോദ്യമാണ് ഇയാൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡ്യൂക്കിന്റെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്? Sense of superiority. The Duke's rhetorical question, who would stop to blame this sort of trifling, indicates his sense of superiority and refusal to lower himself to address what he considers trivial behavior. അപ്പൊ ഇയാളൊരു പ്രഭുവാണ് എന്നുള്ളൊരു അഹങ്കാരത്തോടുകൂടി ഇരിക്കുന്ന ആളാണ്. അപ്പൊ ആളുടെ വൈഫിന്റെ പെരുമാറ്റത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട്. നമുക്കറിയാം, സാധാരണഗതിക്ക് നമ്മുടെ പാർട്ട്ണറുടെ ഒരു ബിഹേവിയർ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇയാളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ അഭിമാനം ഇടിഞ്ഞു പോകും എന്നുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഇയാൾ കാണിക്കുന്നത്. പിന്നെയുള്ളത് കണ്ടീസൻഷൻ ആണ്. അതായത് താൻ വലിയ ആളാണെന്നുള്ളൊരു ഭാവമാണ് അയാൾക്കുള്ളത്. The word stoop suggests that he sees any attempt to correct the Duchess's behavior as beneath him, showing his condescending attitude. അത് താൻ വലിയൊരു ആളാണെന്നുള്ളൊരു ഭാവമാണ് ഇയാൾക്കുള്ളത്. ഇതുപോലെ വൈഫിന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടൊക്കെ വൈഫിനോട് സംസാരിക്കുന്നത് തനിക്ക് ചേർന്നതല്ല, അതൊക്കെ നിലവാരം കുറഞ്ഞ കാര്യം എന്നുള്ള രീതിയിലാണ് ഇയാൾ കാണുന്നത്. അറഗൻസ്, ഇറ്റ് റിവീൽസ് ഹിസ് അറഗൻസ്. നമുക്കറിയാം, അയാളുടെ വിവരമില്ലായ്മ അത് കാണിക്കുന്നുണ്ട്. As he believes it is not worth his time to deal with what he considers minor faults, further highlighting his domineering personality. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഡീൽ ചെയ്യാൻ ആൾക്ക് സമയമില്ല, ആൾ വലിയ പ്രഭുവാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമില്ലായ്മയാണ് അയാൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുവിൽ അയാളുടെ ഒരു സുപ്പീരിയർ മെന്റാലിറ്റി, താൻ വലിയൊരു ആളാണെന്നുള്ള കാര്യം, അയാളുടെ അഹങ്കാരം, അതുപോലെ തന്നെ ആളുടെ വിവരമില്ലായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വരിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. What idea does the poem give you about the position of women in Victorian England? ഇനി ഈ ഒരു കാലഘട്ടത്തില് സ്ത്രീകളുടെ ഒരു സാമൂഹിക സാഹചര്യത്തെ കുറിച്ചിട്ട് എന്ത് ചിത്രമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്? ഒബ്ജക്ടിഫിക്കേഷൻ. The poem reflects the objectification of women, as the Duchess is treated mere as a possession and an artwork to be controlled and displayed rather than as a person with her own agency. ഒബ്ജക്ടിഫിക്കേഷൻ നമുക്കറിയാം, അതായത് ഇതുപോലെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വസ്തു എന്നുള്ള രീതിയിലാണ് ഈ ഡ്യൂക്ക് ആളുടെ വൈഫിനെ കാണുന്നത്.
അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഈ ഒരു പോയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് പാട്രിയാർക്കൽ കൺട്രോൾ ആണ്. പുരുഷ മേധാവിത്വം നമുക്ക് അറിയാം, ഈ ഒരു ഡ്യൂക്കിന്റെ ക്യാരക്ടറിൽ നമുക്ക് കാണുന്നതാണ്. ദ ഡ്യൂക്സ് ബിഹേവിയർ എക്സംപ്ലിഫൈസ് ദ പാട്രിയാർക്കൽ കൺട്രോൾ പ്രിവാലന്റ് ഇൻ വിക്ടോറിയൻ സൊസൈറ്റി. ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു പുരുഷ മേധാവിത്വ മനോഭാവം നമുക്ക് ഈ ഡ്യൂക്കിന്റെ ക്യാരക്ടറിൽ കാണാവുന്നതാണ്. വെർ മെൻ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് പവർ ഓവർ വിമൻസ് ലൈഫ്സ് ആൻഡ് ഡിസിഷൻസ്. ആളുടെ വൈഫ് എങ്ങനെ ജീവിക്കണം, ആരോട് ചിരിക്കണം എന്നുപോലുള്ള കാര്യങ്ങളടക്കം കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. Valued for status. Women, as illustrated by the Duke's negotiation for new marriage and dowry, were often valued for the status and wealth they could bring to a marriage, rather than for their individual qualities and contributions. ഇനി വിവാഹത്തെ കാണുന്നത് സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടുള്ള കാര്യമായിട്ടാണ്. അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ യുവതിയുടെ ക്യാരക്ടർ ഒന്നല്ല അവർ പരിഗണിക്കുന്നത്. എത്ര രൂപ സ്ത്രീധനം കിട്ടും, നല്ല കുടുംബ പേരുള്ള ആളാണോ തുടങ്ങിയിട്ടുള്ള അവരുടെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ അധികാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിവാഹത്തെ അവർ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു കാലഘട്ടത്തിലുള്ളതായിട്ട് നമുക്ക് ഈ പോയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ദ പോയം ആസ് എ ഡ്രാമാറ്റിക് മോണോലോഗ്. ഈ പോയതിനെ ഒരു ഡ്രാമാറ്റിക് മോണോലോഗ് എന്നുള്ള രീതിയിൽ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ വരുന്നത് സിംഗിൾ സ്പീക്കർ. നമുക്കറിയാം ഡ്രാമാറ്റിക് മോണോലോഗിൽ ഒരാൾ മാത്രമേ സംസാരിക്കുള്ളൂ എന്നുള്ളത്. ദ പോയം ഇസ് എ ഡ്രാമാറ്റിക് മോണോലോഗ് characterized by a single speaker, the Duke, who reveals his thoughts and feelings directly to an implied listener, the emissary. എമിസാറി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അവിടെ ഒരു ഇംപ്ലിക്കേഷൻ മാത്രമാണുള്ളത്. ഡ്യൂക്ക് മാത്രമാണ് അവിടെ ഇങ്ങനെ അയാളുടെ ചിന്തകളെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. റിവീലിംഗ് ക്യാരക്ടർ. ത്രൂ ദ ഡ്യൂക്സ് സ്പീച്ച് റീഡേഴ്സ് ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു ഹിസ് പേഴ്സണാലിറ്റി, സോഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫേറ്റ് ഓഫ് ദ ഡച്ചസ്, ഷോക്കേസിംഗ് ദ ടെക്നിക്സ് എബിലിറ്റി ടു റിവീൽ ക്യാരക്ടർ ഇൻഡയറക്ട്ലി. ഇനി ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഡ്യൂക്കിന്റെ ക്യാരക്ടർ മനസ്സിലാക്കുന്നത്. അതായത് ഡ്യൂക്ക് ഇയാളുടെ ഈ ഒരു ഡച്ചസിനെ കുറിച്ചിട്ട് പറയുകയും അതുപോലെ തന്നെ ഇയാളുടെ ഈ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യുന്നതിലൂടെ ഈ റീഡേഴ്സ് ഈ ഡ്യൂക്കിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കുന്നു. അതും ഡ്രാമാറ്റിക് മോണോലോഗിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ വരുന്നത് ലിസണേഴ്സ് സൈലൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരാൾ മാത്രമാണ് സംസാരിക്കുക എന്നുള്ളത്. The silent listener serves to heighten the dramatic tension as the Duke's controlling nature and expectations are laid bare without interruption. നമുക്കറിയാം ഇന്ററപ്ഷൻസ് ഇല്ലാതെ, അതായത് തിരിച്ച് മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ ഒരാൾ മാത്രം സംസാരിക്കുകയും ഒരാൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഡ്രാമാറ്റിക് മോണോലോഗിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ഡ്യൂക്കിന്റെ ആ ഒരു കൺട്രോളിങ് ക്യാരക്ടർ കാണിക്കാൻ വേണ്ടിയിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കിത് ഒരു ഡ്രാമാറ്റിക് മോണോലോഗ് ആണെന്ന് പറയാൻ സാധിക്കും. പിന്നെ വരുന്നത് സ്ട്രക്ചേർഡ് നരേറ്റീവ് ആണ്. ദ മോണോലോഗ് അൺഫോൾഡ്സ് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ, the Duke narrating the story of his last duchess, thus providing a narrative progression within a single speech. ഇനി ഒരു നരേഷൻ നമുക്കിവിടെ കാണാം. ഒരു കഥ പറയുന്നുണ്ട്, അയാളുടെ ലാസ്റ്റ് വൈഫിന്റെ കാര്യം, ആ വൈഫ് എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളൊരു കഥ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്പീച്ചിലൂടെ, ഒരു സിംഗിൾ സ്പീച്ചിലൂടെ ഒരു നരേഷൻ വരിക എന്നുള്ളതും ഡ്രാമാറ്റിക് മോണോലോഗിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ പോയത്തിനെ നമുക്ക് ഡ്രാമാറ്റിക് മോണോലോഗായിട്ട് വിലയിരുത്താവുന്നതാണ്. അടുത്ത ചോദ്യം, അറ്റംപ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഡ്യൂക്ക് ആൻഡ് ദ ഡച്ചസ്. ഡ്യൂക്കിന്റെയും ഡച്ചസിന്റെയും ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഡ്യൂക്കിന്റെ നോക്കാം. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അറോഗന്റ് ആൻഡ് പ്രൗഡ്. അഹങ്കാരിയും വിവരമില്ലാത്തവനാണ് ഡ്യൂക്ക് എന്നുള്ള കാര്യം നമുക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ദ ഡ്യൂക്ക് ഇസ് ഡെപിക്റ്റഡ് ആസ് ഹൈലി അറോഗന്റ്, കോൺസ്റ്റന്റ്ലി ബോസ്റ്റിംഗ് അബൌട്ട് ഹിസ് നോബിൾ ഹെറിറ്റേജ് ആൻഡ് എക്സ്ക്ലൂസീവ് കൺട്രോൾ ഹി എക്സെർട്സ് ഓവർ ദ ഡച്ചസ് ഇസ് പോർട്രേറ്റ്. അപ്പോൾ ഇയാളുടെ ഒരു 900 വർഷത്തെ ഒരു കുടുംബ പാരമ്പര്യത്തെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വളരെ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. Controlling. He exercises strict control over his surroundings and people, exemplified by his command to stop the Duchess's smile permanently and his control over who he uses portrait. ഇനി ചുറ്റുമുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണ് ഇയാൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇയാളുടെ വൈഫിനെ ഇയാൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ നിന്നും, അതുകൂടാതെ ഇയാളുടെ വൈഫിന്റെ ആ പെയിന്റിങ് ആൾ കർട്ടനിട്ട് മറച്ചിരിക്കുകയാണ്. അയാൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ അയാൾ അത് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു കൺട്രോളിങ് മൈൻഡുള്ള ഒരാളാണ് ഡ്യൂക്ക് എന്നുള്ള കാര്യം നമുക്ക് പറയാവുന്നതാണ്. പിന്നെയുള്ളത് ജെലസ് ആൻഡ് പൊസസീവ് ആണ്. നമുക്കറിയാം ആള് പൊസസീവ് ആണ്, കൂടാതെ അസൂയക്കാരനാണെന്നുള്ള കാര്യമൊക്കെ. ഹിസ് ജെലസി ഈസ് എവിഡന്റ് ഇൻ ഹിസ് ഡിസപ്രൂവൽ ഓഫ് ദ ഡച്ചസ് ഫ്രണ്ട്ലി ഇന്ററാക്ഷൻസ് വിത്ത് അതേഴ്സ് ആൻഡ് ഹിസ് പെർസെപ്ഷൻ ദാറ്റ് ഷീ ഡിഡ് നോട്ട് വാല്യൂ ഹിസ് സ്റ്റാറ്റസ് അപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് ഇവള് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതിൽ അസൂയുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു പൊസസീവ്നെസ് ഇയാൾ കാണിക്കുന്നുണ്ട്. കൂടാതെ ഇയാളുടെ ഈ ഒരു പ്രഭുവാണെന്നുള്ളൊരു പദവി ഇയാളുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് അവൾ വിലമതിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇയാൾ പറയുന്നുണ്ട്.
ruthless. The Duke's ruthlessness is revealed in his admission of giving commands that led to the Duchess's demise, showcasing his willingness to eliminate what displeases him without remorse. കൂടാതെ അയാൾ ഒരു ക്രൂരനാണെന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇയാളുടെ വൈഫിന്റെ പെരുമാറ്റം ഇയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം കൊണ്ട് ആള് വൈഫിനെ കൊലപ്പെടുത്താനുള്ള ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡൈവോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ വൈഫിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാനോ നിൽക്കാനല്ല ആൾ ശ്രമിക്കുന്നത്. ആളുടെ വൈഫിനെ കൊലപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ അയാൾ ക്രൂരനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഡച്ചസിന്റെ ക്യാരക്ടർ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജെന്റിൽ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്, സൗമ്യ ഹൃദയമുള്ള ഒരാളായിട്ടാണ് നമ്മൾ ഡച്ചസിനെ കാണുന്നത്. The Duchess is portrayed as a kind-hearted individual who is easily pleased by simple gestures and displays genuine appreciation for the beauty and kindness around her. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷിക്കുകയും ചുറ്റുമുള്ള ആളുകളോട് വളരെ ദയയോടുകൂടിയിട്ടും സൗമ്യമായിട്ടും പെരുമാറുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഡച്ചസിനെ നമ്മൾ കാണുന്നത്. Innocent and naive. Her innocence is evident in her inability to perceive the Duke's displeasure and the fatal consequences of her actions, showing a lack of awareness of the Duke's controlling nature. ഇനി ഇവൾ വളരെ നിഷ്കളങ്കയാണ്. കാരണം ഇവളുടെ ഹസ്ബൻഡ് ഇത്ര ക്രൂരനായിട്ടുള്ള ഒരാളാണ്. മറ്റുള്ള ആളുകളുടെ അടുത്ത് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവന് തന്നെ അപകടമാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നില്ല. അവൾ വളരെ പാവമായിട്ട് വളരെ സ്നേഹത്തോടെ സൗമ്യമായിട്ട് സന്തോഷമായിട്ട് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ നിഷ്കളങ്കയായിട്ടുള്ള ഒരാളാണ് ഈ ഡച്ചസ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അവിടെ കാണുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി എലിമെന്റ്സ് ഓഫ് ഐറണി ഇൻ ദ പോയം. ഈ പോയത്തിലുള്ള ഐറോണിക് ആയിട്ടുള്ള എലിമെന്റ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആദ്യം തന്നെ വരുന്നത് ഡ്രാമാറ്റിക് ഐറണിയാണ്. സെൽഫ് റിവലേഷൻ. The Duke unwittingly reveals his own faults while attempting to present himself as a rational and noble man. ഈ ഡ്യൂക്ക് തന്റെ കുടുംബ പാരമ്പര്യത്തെ കുറിച്ചിട്ടും അതുപോലെ തന്റെ ഈ പെയിന്റിങ്ങും സ്റ്റാച്ചു ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് താൻ വലിയൊരാളാണെന്ന് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ കാണുന്നവർക്ക് ഇയാളുടെ കുറവുകളെ കുറിച്ചിട്ടും കുറ്റങ്ങളെ കുറിച്ചിട്ടുമാണ് മനസ്സിലാവുന്നത് എന്നുള്ള ഒരു ഐറണി അവിടെ നമ്മൾ കാണുന്നു. He believes he is showcasing his authority and taste, but instead he exposes his jealousy, pride and cruelty to the reader. അപ്പൊ ഇയാളുടെ ഈ ഒരു ആർട്ടിസ്റ്റിക് ടേസ്റ്റ്, ഇങ്ങനെ വില കൂടിയിട്ടുള്ള പെയിന്റിങ്ങുകൾ അതുപോലെ തന്നെ പ്രതിമകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പൊ അങ്ങനെ വളരെ ആർട്ടിനോട് താല്പര്യമുള്ള ആളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാളോട് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇയാളുടെ അഹങ്കാരം, അസൂയ തുടങ്ങിയിട്ടുള്ള ക്രൂരത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. റീഡേഴ്സ് അവയർനെസ്. The reader understands the sinister implications of the Duke's words, especially regarding the fate of the Duchess. ഡ്യൂക്ക് പറയുന്ന വാക്കുകളുടെയൊക്കെ അർത്ഥം ഈ റീഡേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വൈഫിന്റെ ചിരി നിർത്താനുള്ള ഓർഡർ കൊടുത്തു എന്നുള്ളത് കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം റീഡേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. While the Duke remains oblivious to how negatively he is portraying himself. ഇയാള് തന്നെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നതെന്ന് അറിയാതെയാണ് തന്റെ ഗുണങ്ങളൊക്കെയാണ് എടുത്തു കാണിക്കുന്നത് എന്ന രീതിയിൽ ഡ്യൂക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഐറണി പ്രധാനമായിട്ടും കാണുന്നത്. പിന്നെയുള്ളത് ഐറണി ഓഫ് പവർ ആണ്. ദ ഡ്യൂക്സ് പ്രൈഡ് ഇൻ ഹിസ് എബിലിറ്റി ടു കൺട്രോൾ ദ ഡച്ചസ് ഇമേജ് കോൺട്രാസ്റ്റ് വിത്ത് ഹിസ് ഇൻഎബിലിറ്റി ടു കൺട്രോൾ ഹെർ ബിഹേവിയർ വൈൽ ഷീ വാസ് അലൈവ്. ഇയാൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാന്നുള്ള രീതിയിലാണ് സ്വയം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അയാളുടെ വൈഫിന്റെ പെയിന്റിങ്ങിന് കർട്ടനിട്ട് മറച്ചു വെച്ചിരിക്കുക, അത് അയാൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം കാണിച്ചു കൊടുക്കുക എന്നൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷെ അയാളുടെ വൈഫ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. His need to command her death reveals his ultimate failure to assert dominance in a meaningful way during her life. അവളോട് ഒന്ന് സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആജ്ഞാപിച്ചിട്ടുകൊണ്ടോ തന്നെ അവളുടെ പെരുമാറ്റത്തെ ഇയാൾക്ക് മാറ്റിയെടുക്കാനുള്ള പവർ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. അവളെ കൊലപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പൊ ഇയാൾ പവർഫുൾ ആണ് എന്ന് കാണിക്കുമ്പോഴും പക്ഷെ ഒരാളുടെ പെരുമാറ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ പോലും ഇയാൾക്ക് ഇല്ല എന്നുള്ള ഒരു ഐറണി നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡ്രാമാറ്റിക് ഐറണിയും അതുപോലെ തന്നെ ഈ ഐറണി ഓഫ് പവറുമാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ വരുന്ന പോയിന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.